ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ പ്രകടനമാണ് ഈ സീസണിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 11 തോൽവികളാണ് ISLൽ മാത്രമായിക്കൊണ്ട് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആരാധകർ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ടീമിനകത്തുള്ള ഇന്ത്യൻ സ്ക്വാഡിന് വേണ്ടത്ര ക്വാളിറ്റി ഇല്ല എന്ന പോരായ്മ പല ആരാധകരും ചൂണ്ടിക്കാണിച്ചതാണ്. അത് സീസൺ തുടങ്ങിയപ്പോൾ തന്നെ വ്യക്തമാവുകയും ചെയ്തു. അതേക്കുറിച്ച് സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസിനോട് നേരിട്ട് തന്നെ ചോദിക്കപ്പെട്ടിരുന്നു. അതായത് സ്കിൻകിസ് കൊണ്ടുവന്ന ഒട്ടുമിക്ക വിദേശ താരങ്ങളും നല്ല ക്വാളിറ്റിയുള്ള വിദേശ താരങ്ങളാണ്. എന്നാൽ ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി കാണാൻ കഴിയുന്നില്ല. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നായിരുന്നു ചോദ്യം. അതിന് സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസ് നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്വാളിറ്റിയുടെ കുറവ് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ മറുചോദ്യം വരുന്നത് ഇങ്ങനെയാണ്: നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെ എത്ര താരങ്ങൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നുണ്ട്? അതിന് SD മറുപടി നൽകിയത് ഇങ്ങനെയാണ്: വിപിൻ ഈയിടെ ഇന്ത്യൻ ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയിരുന്നു. അപ്പോൾ മറുചോദ്യം വരുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ ഒരു താരം മാത്രമേ ഉള്ളൂ അല്ലേ? അതിന് സ്പോർട്ടിംഗ് ഡയറക്ടർ മറുപടി നൽകിയത് ഇങ്ങനെയാണ്: ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ഞങ്ങളുടെ താരങ്ങൾക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളുടെ ഇന്ത്യൻ താരങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അവർ ടീമിന് വേണ്ടി കളിക്കുക തന്നെ ചെയ്യും. ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്നില്ല എന്ന് കരുതി ക്വാളിറ്റി കുറവ് ഉണ്ട് എന്നല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി 60ഓളം മത്സരങ്ങൾ കളിച്ച ഒരു താരം ഞങ്ങളുടെ ടീമിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ പ്രകടനം നടത്താത്തത് കൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൈവിടേണ്ടി വന്നു. ഇതാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഉദ്ദേശിച്ച താരം പ്രീതം കോട്ടാലാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും താരമാണോ എന്നുള്ളത് വ്യക്തമല്ല. കോട്ടാലിനെ വലിയ പ്രതീക്ഷകളോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹത്തെ ഇപ്പോൾ വിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്ത്യൻ താരങ്ങൾക്ക് ക്വാളിറ്റി കുറവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞു വെക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.